ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്ങനെ നമ്മൾ കാണുന്നതാണ് ടൗൺ ഹാള്. കുഞ്ഞഹമ്മദ് ഹാജി സ്മാരകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൗൺ ഹാള്. ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി. റൂം എടുക്കൂ, തൻ്റെ എടുക്കൂ, ഒക്കെ എടുക്കൂ. കേരള കുണ്ട് വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതാണ് ഗേറ്റ്. താഴെ ഭാഗത്തു നിന്നും മേൽഭാഗത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നതും ഈ ഒരു കയർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ്. മക്കളൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആളുകൾ ആ ഒരു എൻഡിൽ നിൽക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിതാ മലപ്പുറം ജില്ല എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ല നല്ല നൈറ്റോട് കൂടി എത്തി. കാലിക്കറ്റ് ബീച്ചിലെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ നേരെ വന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി ഫുട്ബോൾ കളി കാണാനായിരുന്നു. സെവൻസ് ഫുട്ബോളെല്ലാം കണ്ടതിന് ശേഷം ഇന്നലെ നൈറ്റ് നമ്മൾ മലപ്പുറത്തേക്ക് ഡയറക്റ്റ് വന്ന് മലപ്പുറം സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് നമുക്ക് ഇനി നമ്മളെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യണ സ്ഥലത്തേക്ക് പോകേണ്ട. വണ്ടി ഇതുവരെ റൈഡ് ചെയ്തതിൽ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യണം. വണ്ടിൻ്റെ ഓയിലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ വൈകിട്ട് വന്നതോടുകൂടി തന്നെ ഇന്നലെ തിരൂരങ്ങാടി ഭാഗത്ത് തന്നെ നമ്മൾ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യുന്നത് ചെമ്മാട് എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഫസ്റ്റിൽ നമ്മളിതാ പ്രോപ്പർ മലപ്പുറത്തേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ നേരെ പോകുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി സ്മാരക ഒരു ടൗൺ ഹാളുണ്ട്. ആ ടൗൺ ഹാൾ കാണാനാണ് പോകുന്നത്. ആരായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അദ്ദേഹത്തെ വധിച്ച സ്ഥലം, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വധിച്ച സ്ഥലത്തേക്ക് നമ്മൾ പോകും. കോട്ടക്കുന്ന് ഒരു പാർക്കെല്ലാം വന്നിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോവാം. ഫസ്റ്റ് നമ്മൾ ടൗൺ ഹാൾ പോവാം. ടൗൺ ഹാൾ പോയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം. സുൽത്താൻ വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ജനനം 1875 വെള്ളുവാങ്ങാട് വെച്ചിട്ടായിരുന്നു. എങ്കിലും മരണം നമ്മളിപ്പോൾ പോകുന്ന കോട്ടക്കുന്നിൽ വെച്ചിട്ടായിരുന്നു. 1992 ജനുവരി 20 മരണം. ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി. 1894 ബ്രിട്ടീഷുകാർക്കെതിരെ മണ്ണാർക്കാട് ലഹളയെ തുടർന്ന് ഹാജിയുടെ കുടുംബക്കാരെ ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും അതിലുപരി അന്തമാനിലേക്ക് നാട് കടത്തുകയും ചെയ്യപ്പെട്ടു. നാട് കടത്തിയതിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് അടക്കം ഉണ്ടായിരുന്ന പറഞ്ഞത്. അതിനുശേഷം ആ ഒരു കുടുംബത്തിൽ നിന്നും ഭീമമായിട്ടുള്ളൊരു സംഖ്യ പിഴ ഈടാക്കുകയും അതുപോലെ തന്നെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. ഇതേ തുടർന്ന് ഹാജിക്ക് ബ്രിട്ടീഷുകാരോടുള്ള പക അമിതമായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മളിതാ കുഞ്ഞഹമ്മദ് ഹാജി ടൗൺ ഹാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ടൗൺ ഹാളിലേക്ക് ഇതാ ഈ ഒരു കാണുന്ന ലെഫ്റ്റിലൂടെ പോയി കഴിഞ്ഞാലാണ് എന്തോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മൾ കാണുന്നതാണ് ടൗൺ ഹാള്. കുഞ്ഞഹമ്മദ് ഹാജി സ്മാരകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടൗൺ ഹാള്. അതിൻ്റെ അകത്ത് ഇവൻ്റ് നടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അകത്തെ ഒരു കാഴ്ച കൂടി കാണിച്ചു തരാം. പുറത്തുനിന്ന് മലപ്പുറം നഗരസഭ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാൾ എഴുതിയിട്ടുണ്ട്. അകത്ത് ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. എന്താണ് ഇവൻ്റ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. ജസ്റ്റ് അകത്ത് കയറി ഒന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടൗൺ ഹാളിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മളിഞ്ഞ് പോകുന്നത് കോട്ടക്കുന്നിലേക്കാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരോടുള്ള സമര പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാനം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വധശിക്ഷ നടപ്പാക്കിയത് ഈ ഒരു സ്ഥലത്തായിരുന്നു. 1922 ജനുവരി 20 ഉച്ചയ്ക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള രണ്ടാളുകൾക്ക് ബ്രിട്ടീഷുകാർ വധശിക്ഷ നടപ്പിലാക്കിയത്. കൂടെ തന്നെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വധശിക്ഷ നടപ്പിലാക്കി. സാധാരണ രീതിയിൽ ബ്രിട്ടീഷുകാരുടെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ മുഖം മറച്ച് പിറകുവശത്തു നിന്നും വെടിവെച്ച് കൊല്ലാറാണ് പതിവ്. പക്ഷേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം എൻ്റെ മുഖം മറക്കാണ്ട് എൻ്റെ നെഞ്ചിലേക്ക് വെടിവെക്കണം, ആ വെടിവെക്കുന്ന കാഴ്ച എനിക്ക് കാണണം എന്ന് പറഞ്ഞ തീരെ പോരാളിയായിരുന്നു സുൽത്താൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നമ്മളിത് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പാർക്കിലേക്കുള്ള എൻട്രൻസിലേക്കാണ് പോകുന്നത്. നമ്മൾ എൻട്രൻസിലേക്ക് കയറി അകത്ത് കയറി കോട്ടക്കുന്ന് പാർക്കിലേക്കുള്ള കയറി. പാർക്കിലേക്ക് ഒരാൾക്ക് പെർ ഹെഡ് 10 രൂപന് വരുന്നത്, ബൈക്കിന് 10 രൂപ വന്ന്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലായിട്ട് കിഡ്സിനായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിലപ്പുറം ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ 60D സിനിമ ഉണ്ട്, സിപ്പ് ലൈൻ, അതുപോലെ തന്നെ സൈക്ലിങ്, അങ്ങനെ പല അഡ്വഞ്ചർ ആയിട്ടുള്ള വൈബ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് നോക്കാം. അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് നമ്മളെ ബൈക്ക് സർവീസിനായിട്ട് പോകണം. കോട്ടക്കുന്നിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞാലും കോട്ടക്കുന്നിന് താഴെ ഭാഗത്ത് നോക്കിയാൽ മലപ്പുറം ഭാഗത്തുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ ആണ്. കോട്ടക്കുന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കുന്നിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെങ്ത് തന്നെയാണ് ഈ ഒരു പാർക്കുള്ളത്. പാർക്കിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്.
ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിപ്പ് ലൈൻ പുതിയതായിട്ട് വന്നതാണ്, സൈക്ലിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി. അത്യാവശ്യം സമയം നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വണ്ടി സർവീസ് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് പോകണം. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ല നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു മലപ്പുറംകാരനായതുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും മലപ്പുറത്തെ കുറിച്ചായാലും നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് മറ്റുള്ളൊരു ജില്ല പിടിക്കാനാണ് പ്ലാന്. എങ്കിലും നമ്മളിതാ വണ്ടിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അക്ഷന് പോകുന്നത് നേരെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ് കേരളകുണ്ട് വാട്ടർഫാൾസിലേക്ക് നമ്മൾ മസ്റ്റായിട്ട് പോകും. അതിലുപരി നെക്സ്റ്റ് നമ്മൾ അവിടുന്ന് നിലമ്പൂർ മ്യൂസിയം കൂടി കവർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഈവനിങ്ങോട് കൂടി നമ്മൾ മണ്ണാർക്കാട് അങ്ങനെ പാലക്കാട് ജില്ല പിടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലാവും എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ അതാ ചെമ്മാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ തിരുരങ്ങാടി ആ ഭാഗം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചെമ്മാടിലേക്കാണ് പോകുന്നത്. ചെമ്മാട് ബൈപ്പാസാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ല നമ്മൾ കവർ ചെയ്ത് ഇതുവരെ നമ്മളെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിക്ക് പ്രശ്നമില്ല എന്ന് ചോദിക്കാനും പറയാനും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഏകദേശം 1997 മോഡൽ റോയൽ എൻഫീൽഡാണ്. അപ്പോൾ അത്യാവശ്യം സമയമായി, അത്യാവശ്യം വർഷമായി, 25 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ റിന്യൂവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ വരും എന്നുള്ളതിൽ ചെറിയ രീതിയിലൊരു പേടി ഉണ്ടെങ്കിലും പക്ഷേ ഇതുവരെയായിട്ട് നമ്മളെ വണ്ടി ചതിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ഓൾ കേരള കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന. വണ്ടിക്ക് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് നമ്മൾ സോളർ ആയിട്ടാകുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് സീനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഫുൾ ചെക്കപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ വണ്ടി മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ തന്നെ, വണ്ടിയെല്ലാം പണിയുന്ന ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ തന്നെയാണ്. നമ്മളെ ബുള്ളറ്റ് ബാബു എന്ന് പറഞ്ഞ ബാബുവിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്. ഏകദേശം ലൊക്കേഷൻ എത്താനായി തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് ലൊക്കേഷൻ. നമ്മളെ ലൊക്കേഷനിലെത്തി. നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ പേരും ബുള്ളറ്റ് ബാബു എന്നാണ്. ഔട്ടാ നമ്മളെ ബ്രേക്ക് തീരില്ല, ഫ്രണ്ടത്തെ ബ്രേക്ക്. അതേപോലെ തന്നെ ആ ടാപ്പറ്റ് ഒന്ന് ചെറിയ രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്, ചെറിയ രീതിയിൽ. പോവാണ്, പോയി വരികയാണ്. കുറച്ച് പോയി ഇനി പോവാണ്ട്. ഓൾ കേരള മൊത്തം സ്റ്റാർട്ടായി തിരിച്ചിപ്പോ ഞാന് തിരുവനന്തപുരം പോയിട്ടില്ല. തിരുവനന്തപുരം പോകാൻ നിൽക്കാം. ചെക്ക് ചെയ്തേ ഇല്ല, ഞാൻ ഒറ്റക്ക് വെറുതെ റൈഡ്. അത് ശരി, അതാ കണ്ടീഷനൊക്കെ എന്ന് പറഞ്ഞത്. ഓയിലും നോക്കാണ്, ഓയില് കുറവുണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നോക്കി. ആ ടെന്റ് റൂം എടുക്കുവോ, ടെന്റ് എടുക്കുവോ, ഒക്കെ എടുക്കും. ഇനിയിപ്പോ ഒന്ന് പോകണിപ്പോ അതിനെ ഇറങ്ങാണ്. ആ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, ഫസ്റ്റ് തൃശ്ശൂർ പോകും. കമ്പനിയൊക്കെ അടിച്ചു പോകാൻ നടക്കൂല. സോളോ ഒറ്റ പോകുമ്പോ നമ്മളെ 500 വയ്ക്കണോ? അപ്പം ഉണ്ടല്ലേ അവിടെ എത്തിയിട്ടേ കമ്പുന്നൊരു 500 വെച്ചാ കേട്ടോ. എന്നിട്ട് തുറന്നു വെച്ചാ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വേറെ കുറവൊന്നുമില്ലല്ലോ. പിന്നെ ആ ബ്രേക്ക് നോക്കി തീരില്ല, നിങ്ങൾ നോട്ടി നോക്കി. അതെയാ ഞാൻ അതോടോ ബാക്കിത്തെ ബ്രേക്കിന്റെ ബ്രേക്ക് കുറച്ച് കുറവുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നാളാ, ഒന്ന് ബ്രേക്ക് ആക്കി തന്നാളാ. അതേപോലെ തന്നെ ആ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും അല്ലേ? ആ സ്റ്റക്ക് വരുന്നത് ആ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് തന്നാൽ മതി. അഡ്ജസ്റ്റർ നമ്മളെ ബാബോട്ടിന് കൺട്രോൾ ചെയ്താണ്. ബാബോട്ടിൻ്റെ വർക്ക്ഷോപ്പ്. അപ്പോൾ ചെമ്മാടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ റെക്കോർഡാണ് ഇവിടെ. അപ്പോൾ വരിക, പഴയ ബുള്ളറ്റായിട്ടുള്ള എല്ലാ ബന്ധപ്പെട്ടതും നമ്മളിവിടെ വന്നാൽ മതി. നമ്മളെ വണ്ടി ഫുൾ പണിയെടുപ്പിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയത്. അപ്പോൾ അതാ പഴയ വണ്ടി ഇതാ കുട്ടപ്പനാക്കി പുതിയതാക്കുന്നുണ്ട്, സെറ്റാക്കുന്നുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടായില്ല മതി. അപ്പോൾ കഴിഞ്ഞ് എത്ര നമ്മളത് ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ്
നമ്മളെ വണ്ടി ഇവിടെ നിന്ന് മൊത്തം പഠിപ്പിക്കുന്നു. ഞാൻ ഇത്രയും ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ശരി, ഓക്കെ, പോയിട്ട് വരാം. പോയി ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള പണി പോട്ടെ. ശരിടാ. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ കേസെല്ലാം ഓക്കെ ആയി സെറ്റായിട്ട് നമുക്ക് ഇനി റൈഡ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിനി പോകുന്നത് നിലമ്പൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിൽ ചെമ്മാടെത്തി നമ്മളെ വണ്ടീൻ്റെ വർക്കെല്ലാം ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ വന്ന് പണിയെടുപ്പിച്ച്. കുഴപ്പമില്ല, എല്ലാം കണ്ടീഷനാക്കി തന്ന ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഒക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാം കണ്ടീഷനാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി മലപ്പുറം ജില്ലയിൽ പോകുന്നത് നമ്മളിനി കരുവാരക്കുണ്ട് നിലമ്പൂർ മ്യൂസിയം ആ ഭാഗത്തേക്ക് പോകുന്നത്. അവിടുന്ന് അങ്ങനെ മണ്ണാർക്കാട് കയറി പാലക്കാട് കേരള പ്ലാനാണ് നോക്കുന്നത്. തിരിച്ചു വന്നിട്ട് പിന്നെ തൃശ്ശൂർ കേരള പ്ലാനിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് കാഴ്ചകൾ. നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് നിലമ്പൂർ തെക്ക് മ്യൂസിയം, അതുപോലെ തന്നെ കേരളക്കുണ്ട് എന്ന കരുവാരക്കുണ്ട് ഒന്ന് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ അവിടെ പോകണം. നമ്മൾ ലൈഫിൽ പോയിട്ടില്ല ആ ഒരു ലൊക്കേഷനിലേക്ക്. അപ്പോൾ അവിടെ പോകണം. നമ്മുടെ റിലേഷനായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇനി ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഓടാണ്ട് ഒരു മലപ്പുറം ജില്ലയിൽ ചെമ്മാട് താനൂർ ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് 1.5 മണിക്കൂറത്തെ ഓട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാം. വണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടീഷനായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിൽ ഫോളോ ചെയ്യാം. ചെമ്മാട് ഭാഗത്തു നിന്നും കരുവാരക്കുണ്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളിതാ കുര്യാട്, വേങ്ങര, മലപ്പുറം റൂട്ടിലൂടെ ഇങ്ങനെ മഞ്ചേരി അങ്ങനെ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ദിവസം നമ്മൾ നേരെ കാസർഗോഡ് പിടിച്ച് മലപ്പുറം ടു കാസർഗോഡ് പിടിച്ച സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഹൈവേൻ്റെ വർക്ക് നടക്കുന്ന റൂട്ടിൽ കൂടി പോയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടായിരുന്നു. നമ്മളെ ബാഗും ലഗേജും മൊത്തം ഡസ്റ്റായി നല്ല രീതിയിൽ തന്നെ ചിലയിട്ട് ആകെ സീനായിരുന്നു. പിന്നെ അതെല്ലാം വാഷ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം ഒന്നും കൂടി ക്ലിയർ ആയത്. അതുകൊണ്ട് തന്നെ NH66 പുതിയ റോഡ് വരുന്നതോടുകൂടി നല്ല ഡസ്റ്റാണ്, നല്ല രീതിയിൽ ട്രാഫിക്കും ഉണ്ട്. ബൈക്കാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഗ്യാപ്പൊക്കെ വെച്ച് ഇങ്ങനെ ഇടയിൽ ഒരു ഗ്യാപ്പെല്ലാം വന്ന് അങ്ങനെ പോയി കയറി പോവാം. പക്ഷേ കാറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ക സീനാണ്, പക്ക ബ്ലോക്കായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ ബൈക്കാകുമ്പോൾ നമുക്ക് റൈഡിന് ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ കേരള റൈഡിൽ നമ്മൾ ബൈക്ക് യൂസ് ചെയ്തത്. മലപ്പുറം വേങ്ങരെല്ലാം കഴിഞ്ഞ് നമ്മളിതാ പാണക്കാട് എത്തിയിട്ടുണ്ട്. പാണക്കാട് നമ്മളെ ശിഹാബ് തങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന പള്ളിയിലൊന്ന് പോകുന്നുണ്ട്. ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഹൈദരലി തങ്ങൾ, ഉമറലി തങ്ങളെല്ലാം മരണപ്പെട്ട് കിടക്കുന്ന നമ്മൾ ആ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. പാണക്കാട് പള്ളിയിലേക്ക് ഖബർ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുക റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പള്ളിയിൽ പോകുന്ന റൂട്ടാണ്. നമ്മൾ തിരിച്ച് അഗൈൻ പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറിയതാണ്. ഈ ഒരു കാണുന്ന റൂട്ടിലൂടെ തന്നെ പാണക്കാട് ജുമാ മസ്ജിദിലേക്ക് പോകൽ. തങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. തങ്ങൾ ആരായിരുന്നു എന്നും അതുപോലെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെല്ലാം ചെയ്തെന്നൊക്കെ ഉള്ളത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്നതിനായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരെ പോകുന്നത് പാണക്കാട് ജുമാ മസ്ജിദിൽ നമ്മൾ സേഫായിട്ട് ഒരു പാർക്കിംഗ് കിട്ടി നമ്മൾ തങ്ങന്മാരെ ഖബറിൻ്റെ അരികത്തേക്കാണ് പോകുന്നത്. اللهم وإلى حضرة من مات في هذه المقبرة خاصة يا رب العالمين. اللهم اجعل قبرنا وقبورهم روضة من رياض الجنة ولا تجعل قبرنا وقبورهم حفرة من حفر النيران. اللهم اجمع بيننا وبينهم في دار جناتك النعيم. ഖബർ സിയാറത്തിനായിട്ട് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് മക്കൾ മദ്രസയിൽ നിന്നൊക്കെ വന്ന മക്കളാണ്. അപ്പോൾ അവിടെ ദുആയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിലെല്ലാം കൂടി നമ്മളിതാ അഗൈൻ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞില്ലേ റിയാസ് പ്രോ അല്ലേ? ഒന്നുകൂടി താങ്ക് യു. നമുക്ക് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിതാ റിയാസ് പ്രോ നമുക്ക് സഹായിച്ചു തന്ന വൈഫൈലെ കണക്ട് ചെയ്ത് തന്ന് സെറ്റാക്കി നമുക്കതാ വീഡിയോ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടി നമ്മൾ മലപ്പുറം പാണ്ടിക്കാട് എത്തിയിട്ട് നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞോൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും കൂടി ഓടി എത്താനുണ്ട് നമ്മളെ കേരള കുണ്ടിലേക്ക്. ഒടുവിൽ നീണ്ട നമ്മൾ 1.5 മണിക്കൂർ 1.5-2 മണിക്കൂർ നമ്മൾ ഓടി നമ്മളിതാ കരുവാരക്കുണ്ട് എത്തിയിട്ടുണ്ട്. കരുവാരക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകുന്ന റൂട്ടാണിത്. കേരളക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ ലൊക്കേഷനിലേക്ക് ഏകദേശം ഒരു 20 മിനിറ്റും കൂടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ നമ്മളിതാ ലൊക്കേഷനിൽ എത്തി തുടങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഓഫ് റോഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മേലെ കയറി പോവാം. ഇവിടുന്ന് വണ്ടി ഓഫ് റോഡ് വണ്ടി സർവീസും ഉണ്ട്, അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ വണ്ടി വെച്ചിട്ട് മേലേക്ക് എത്താൻ പറ്റുന്നിടത്തോളം നമ്മൾ പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കിംഗ് സീൻ ആയതുകൊണ്ടാണോ അതോ ഇനി ഓഫ് റോഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. മുന്നിൽ ഇവിടെ റോഡ് വർക്ക് എടുക്കുന്ന പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, മാക്സിമം മേലേക്ക് പോകാൻ പറ്റുന്നിടത്തോളം നോക്കാം. ഹാർഡായിട്ടുള്ള റോഡ് മുന്നോട്ടുണ്ടാകുന്നുള്ള അറിയില്ല. ഹാർഡായിട്ടുള്ള
ഓഫ് റോഡ് ആണെങ്കിൽ സീനായിരിക്കും. നമ്മളെ ടയർ കുറച്ച് മോശമാണ്. എത്രത്തോളം സക്സസ് ആയി മുന്നോട്ട് പോകുന്ന അറിയില്ല. മുന്നിലേക്ക് അതാ ബൈക്കെല്ലാം പോകുന്നത്, നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോവാം. ഈ ഒരു രീതിയിലുള്ള പാറക്കല്ലാണെന്നുണ്ടെങ്കിൽ സീൻ ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ഹാർഡായിട്ടുള്ള സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ സീനായിരിക്കും. നമ്മൾ നോക്കാം, മാക്സിമം പോകുന്നിടത്തോളം പോട്ടെ. വെള്ളച്ചാട്ടത്തിനാണ് എങ്ങനെ പോലെ? വെള്ളച്ചാട്ടത്തിനാണ്ട് നേരെ പോയിക്കൂടെ? ലൊക്കേഷനിൽ നിന്നും പുറത്തെ ഭാഗത്ത് കൂടെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്ന് നോക്കുമ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുറത്ത് നമ്മൾ ചോദിച്ചത് പോകുന്ന റൂട്ടാണ് ഇനി കറക്റ്റായിട്ടുള്ളത്. നമ്മളീ മുന്നിൽ കാണുന്നതാണ് ട്രക്കിംഗ് ജീപ്പ് സർവീസ് ആളുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈഡ് കൊടുത്തതാണ്. 2 വണ്ടിക്ക് പോകുന്നത് കുറച്ച് സീനാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അടുപ്പിച്ച് സൈഡാക്കി കൊടുത്തത്. അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ്. ഈ ഒരു സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ നമ്മളിതാ സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ റോഡ് വർക്കിൻ്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, അതൊന്നും കണ്ടില്ല. ഏതായാലും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളിതാ കേരളകുണ്ട് വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതാണ് ഗേറ്റ്. എൻട്രൻസ് ചാർജ് 20 രൂപേന്. ജീപ്പ് അലോഡല്ല. അതുമാത്രമല്ല ഈ ഒരു ഏരിയയിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ക സീനാണ്. നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് അമ്മൊന്ന് പുറത്തുനിന്ന് സഹായിച്ചു തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റി. അവർ 10 രൂപ തന്നു. എൻ്റെ കയ്യിലൊരു 10 രൂപ ഉണ്ടായിരുന്നു, ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സീനായി. നല്ല അടിപൊളി വ്യൂ ആണ് ഫ്രണ്ട് ഭാഗത്തൊക്കെ കാണുന്നത്. അകത്തേക്ക് പോയി നോക്കട്ടെ. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി മുകളിൽ കൂമ്പൻ മലയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എൻട്രൻസിലൂടെ താഴെ ഭാഗത്തേക്ക് പോയി താഴെ ഭാഗത്ത് പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡൻ കാണുന്നത്. നമ്മളൊരു വാട്ടർഫാൾസിൻ്റെ ആ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് അകത്തേക്ക് പോവാം. അകത്തേക്ക് പോകുന്ന റൂട്ടിൽ കാണുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രിഡ്ജ് കാണുന്നുണ്ട്. നമ്മൾ താഴെ ഭാഗത്ത് നിന്ന് വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു ബ്രിഡ്ജിനായിരിക്കാനാണ് ചാൻസ്. സെക്യൂരിറ്റി ഗാർഡ് അല്ലാണ്ട് നമ്മളിതാ അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ അവസ്ഥ കണ്ടിട്ട് താഴെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഫുൾ പാറക്കെട്ടാണ്, വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചർ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ താഴെ ഭാഗത്തേക്ക് പോവാം. മേൽഭാഗത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ്. താഴെ ഭാഗത്തേക്ക് എത്രത്തോളം ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും എന്നുള്ള അറിയില്ല. സ്റ്റെയർ കേസ് എൻ്റെ ചെയ്യുന്നത് എവിടെയെന്ന് അറിയില്ല. നല്ല ഹാർഡായിട്ടുള്ള നല്ല ഡേഞ്ചറാണ്. ഇനി താഴേക്ക് നോക്കുമ്പോൾ ആ വാട്ടർഫാൾസിനോട് ചാരിയിട്ടാണ് ഇനി ഈ ഒരു സ്റ്റെയർ കേസ് പോകുന്നത്. അതും നല്ല താഴ്ചയോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ സീനായിരിക്കും. പുറത്ത് നല്ല പാറക്കെട്ടാണ് കാണുന്നത് കേട്ടോ. പക്കാ സീനാണ്. ആ വാട്ടർഫാൾസിൻ്റെ ആ വ്യൂ അടിപൊളിയാണ്. താഴെ ഭാഗത്തു നിന്ന് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വീഡിയോസിൽ കണ്ട ആ ഒരു ബോളറ്റൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു അവസാന 1 മന്തിനുള്ളിലായിട്ട് ആ ഒരു വീഡിയോ ക്ലിക്കായത്. നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും ടോപ്പ് വ്യൂവേഴ്സുള്ള ആ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് വീണ്ടും താഴെ ഭാഗത്തേക്ക് പോകാം. നമ്മളെല്ലാം താഴെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. താഴെ ഭാഗത്തു നിന്നാണ് ഈ ഒരു കാണുന്ന കുളിക്കാനൊക്കെ പറ്റുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. കുളിക്കാനാണ് താഴേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് സീനാണെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫൈനലി കേരള കുണ്ടിൽ എത്തിയിട്ടുണ്ട്. കേരള കുണ്ട് വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്താണ്. ഈ ഒരു കാണുന്ന ലൊക്കേഷനിലാണ് ബോൾ തട്ടിയിട്ട് താഴേക്ക് വീണ ആ ഒരു സീന് വന്നത്. അടിപൊളിയാണ് സംഭവം. സെറ്റ്. നല്ല തണവുണ്ടായിരിക്കും വെള്ളത്തിന്. നമ്മൾ കുളിക്കാനിപ്പോൾ ഇറങ്ങുന്നില്ല, നമ്മൾ റൈഡിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ഈ ഒരു രീതിയിലാണ് മേലെന്ന് താഴെ ഭാഗത്തു നിന്നും മേൽഭാഗത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ ഇറങ്ങുന്നതും ഈ ഒരു കയർ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഡേഞ്ചറാണ്. മക്കളൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആളുകൾ ആ ഒരു എൻഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ.
ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസ് തന്നെയാണ് ഈ ഒരു പെരുവാരക്കുണ്ട് കേരളക്കുണ്ട് വാട്ടർഫാൾസ്. നമ്മൾ വാട്ടർഫാൾസിൻ്റെ കാഴ്ച കണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ പോകുന്നത് തെക്ക് മ്യൂസിയത്തിൻ്റെ റൂട്ടിൽ പോകുന്നുണ്ട്. മ്യൂസിയത്തിലേക്ക് എത്തുമെന്നുള്ള അറിയില്ല. അതിന് മുന്നേ 2 ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കേരളക്കുണ്ടിൽ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് പൈസ ആയിട്ട് വരാം. ജീപ്പൊന്നും ഇവിടെ അലവ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല നെറ്റൊന്നുമില്ല, റേഞ്ച് ഇല്ലാത്ത കാരണത്താൽ വർക്ക് ചെയ്യില്ല. 20 റുപ്പീസാണ് ചാർജസ് വരുന്നത്. ഫസ്റ്റ് അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേരളക്കുണ്ടിൻ്റെ കാഴ്ച അവസാനിപ്പിച്ച് നെക്സ്റ്റ് അടുത്ത ലൊക്കേഷൻ പോകുന്നു. കേരളക്കുണ്ടെന്നും തേക്ക് മ്യൂസിയത്തിലേക്ക് അത്യാവശ്യം സമയം ഓടാണ്ട്, അതുകൊണ്ട് തന്നെ തേക്ക് മ്യൂസിയം 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനോട് അടുത്ത സ്ഥലം തന്നെ വേറെ 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്കെല്ലാം നമ്മൾ ലൊക്കേഷനിൽ എത്തുമ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലോസിങ്ങിന് എൻ്റെ ആയ സമയം കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ട് കാര്യമില്ല. തിരിച്ചൊക്കെ നമ്മൾ താൽക്കാലികം നമ്മൾ മലപ്പുറത്തെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ കയറി മണ്ണാർക്കാട് ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇതാ ലൊക്കേഷൻ വെച്ച് നമ്മൾ പാലക്കാടേക്കുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റൈഡ്. ഏകദേശം പാലക്കാട് വെച്ച് നോക്കുമ്പോൾ 2 മണിക്കൂർ യാത്ര ഉണ്ട്. നമ്മൾ ഏതായാലും ലൊക്കേഷൻ വെച്ച് പോകുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ പാലക്കാട് ജില്ലയിൽ കയറിയിട്ടുണ്ട്. മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറത്തെ എല്ലാ കാഴ്ചകളും അവസാനിപ്പിച്ച് നമ്മൾ വീണ്ടും ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ കയറാൻ വേണ്ടി പോവാണ്. കാഞ്ഞിരപ്പുഴ മലമ്പുഴ ഡാം ആ റൂട്ടിലൊക്കെ പോയിട്ട് ശേഷം പിന്നെ നമ്മൾ പൊള്ളാച്ചി റോഡ് പോയിട്ട് അവിടുന്ന് നമ്മൾ ആതിരപ്പള്ളി അങ്ങനെ തൃശ്ശൂർക്കാണ് കയറും. ആ റൂട്ടിലൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഇപ്പോൾ എത്രത്തോളം എന്താ അറിയില്ല. ഇവിടെ പോയി ഇന്ന് പാലക്കാട് സ്റ്റേ ചെയ്യും. നാളത്തോടു കൂടി നമ്മൾ പാലക്കാട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകും. ആ ഒരു രീതിയിലൊക്കെയാണ്. അപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് കുറഞ്ഞ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ മലപ്പുറത്ത് എത്തുമ്പോൾ നമുക്ക് ഇനിയും കാണാനുള്ളത് മലപ്പുറത്തിൻ്റെ കുറിച്ചിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ മലപ്പുറം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മലപ്പുറത്തുള്ള കാഴ്ചകൾ അവസാനിച്ച് പാലക്കാടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക. ഇതുവരെയുള്ള കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരെ ബൈ.